റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സർ കെയർ സ്റ്റാർമർ ബീജിംഗിലേക്കുള്ള യാത്രയിൽ 2018 ശേഷം ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ചൈന സന്ദർശനമാണ് ഇത്. വ്യാഴാഴ്ച അദ്ദേഹം പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ബാങ്ക്, HSBC, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ GSK, ജാഗ്വാർ ലാൻഡ് റോവർ, നാഷണൽ തിയേറ്റർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 60ഓളം ബ്രിട്ടീഷ് ബിസിനസ്, സാംസ്കാരിക നേതാക്കളും ഈ യാത്രയിലുണ്ട്. ചൈനയുമായുള്ള UK ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ നിമിഷമാണിത്. എന്നാൽ ചൈനയ്ക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകവീക്ഷണമുണ്ടെന്നും അതിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ഇടപാടുകളിൽ സർക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും വിമർശകർ വാദിക്കുന്നുമുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രധാനമന്ത്രി പ്രസിഡന്റിനോട് ഉന്നയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ താൽപര്യങ്ങളും മൂല്യങ്ങളും വ്യത്യസ്തമായ വെല്ലുവിളി നിറഞ്ഞ വിഷയങ്ങൾ ഉന്നയിക്കുമെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് പറഞ്ഞു. ഷിൻജിയാങ്ങിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഉയ്ഗൂർ ജനതയ്ക്കും മറ്റ് മുസ്ലിം വംശീയ വിഭാഗങ്ങൾക്കുമെതിരെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി ചൈനയ്ക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഹോങ്കോങ്ങിലെ ജനാധിപത്യ അനുകൂല മാധ്യമ വ്യവസായി ജിമ്മി ലായോടുള്ള പെരുമാറ്റത്തിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ചൈനയുടെ മനുഷ്യാവകാശ രേഖയ്ക്ക് പുറമെ UK അതിന്റെ ചാരപ്രവർത്തനങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് ആശങ്കകളുമുണ്ട്. ചൈനീസ് സ്റ്റേറ്റ് പ്രവർത്തകർ ദിനംപ്രതി ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് M15 മേധാവി അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിരുന്നാലും സന്ദർശനം പ്രധാനമാണെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് വാദിച്ചു. UK വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കാരണം കൊടുങ്കാറ്റ് ചന്ദ്ര രാജ്യത്തുടനീളം ശക്തമായ കാറ്റും വെള്ളപ്പൊക്കവും വരുത്തുന്നുണ്ട്. മോശം കാലാവസ്ഥ വെള്ളിയാഴ്ച വരെ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിലെ യാത്രകളെ ബാധിച്ചേക്കാമെന്ന് നാഷണൽ റെയിൽ മുന്നറിയിപ്പ് നൽകി. റോഡ് അടച്ചിടലും റെയിൽ, ഫെറി, വിമാന സർവീസുകൾ റദ്ദാക്കലും വ്യാപകമായ യാത്രാ തടസ്സങ്ങൾക്ക് കാരണമാകും. ചൊവ്വാഴ്ച രാത്രി വരെ ഇംഗ്ലണ്ടിലുടനീളം വെള്ളപ്പൊക്കം പ്രതീക്ഷിച്ചിരുന്ന 97 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും സാധ്യമായ ഇടങ്ങളിൽ 260 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും നിലവിലുണ്ടായിരുന്നു. സോമസെറ്റിൽ ഒരു പ്രധാന സംഭവം പ്രഖ്യാപിക്കപ്പെട്ടു. അവിടെ ഏകദേശം 50 പ്രോപ്പർട്ടികൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. വെയിൽസിൽ 3 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും സ്കോട്ട്ലൻഡിലുടനീളം 8 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും നിലവിലുണ്ടായിരുന്നു. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ കാറ്റ്, മഴ, മഞ്ഞ് എന്നിവയ്ക്കുള്ള മഞ്ഞ മുന്നറിയിപ്പുകൾ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. അതേസമയം ബെൽഫാസ്റ്റ് ഉൾപ്പെടെ വടക്കൻ അയർലൻഡിന്റെ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ കാറ്റിനുള്ള ആംബർ മുന്നറിയിപ്പും നിലവിലുണ്ട്. EasyJet യാത്രക്കാർക്ക് ക്യാബിനിൽ ലഗേജ് സൂക്ഷിക്കാൻ കഴിയുമെന്ന് പരസ്യ വാച്ച്ഡോഗിന് തെളിവ് നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്യാരി ഓൺ ബാഗേജ് ഫീസ് 5.99 മുതൽ ലഭ്യമാണെന്ന് അവകാശപ്പെടുന്നത് നിർത്താൻ ആവശ്യപ്പെടുന്നു. EasyJetന്റെ വാക്കുകൾ അനുസരിച്ച് 5.99 പൗണ്ടിന് വിമാനങ്ങളിൽ ബാഗുകൾ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉപഭോക്താക്കൾ കരുതുമെന്ന് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി പറഞ്ഞിരുന്നു. EasyJetന്റെ വെബ്സൈറ്റിലെ അവകാശവാദം ASAയോടാണ് ഉന്നയിച്ചിരുന്നത്. വിമാന കമ്പനികൾ പലപ്പോഴും കുറഞ്ഞ നിരക്കുകൾ പരസ്യപ്പെടുത്താറുണ്ടെങ്കിലും അധിക ഫീസ് ഈടാക്കാറുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. വില നിർണ്ണയത്തെക്കുറിച്ച് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വ്യക്തമായ വിവരങ്ങൾ നൽകുക എന്നതാണ് ഞങ്ങളുടെ എപ്പോഴും ലക്ഷ്യം. കൂടാതെ ഫീസുകളെക്കുറിച്ചും നിരക്കുകളെക്കുറിച്ചും വസ്തുതാപരമായ വിവരങ്ങൾ ഉപഭോക്താക്കൾ പ്രദർശിപ്പിക്കുക എന്തായിരുന്നു ഈ പേജിന്റെ ഉദ്ദേശമെന്നും EasyJet പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വലിയ ക്യാബിൻ ബാഗുകൾ എപ്പോഴും ഞങ്ങളുടെ പക്കലുണ്ട്. ASAയുടെ ഫീഡ്ബാക്കിന്റെ വെളിച്ചത്തിൽ ഉപഭോക്താക്കൾക്ക് വിവരങ്ങൾ കഴിയുന്നത്ര വ്യക്തമാണെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ പേജിൽ ചില മാറ്റങ്ങൾ വരുത്തിയതായും EasyJet അഭിപ്രായപ്പെട്ടു. ഇനി നാട്ടിലെ വാർത്തകൾ. 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബഡ്ജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ അവതരിപ്പിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബഡ്ജറ്റായതിനാൽ കയ്യടി ലഭിച്ചേക്കാവുന്ന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. ബഡ്ജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയിൽ സമർപ്പിക്കും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സാമൂഹ്യ സുരക്ഷാ മേഖലകൾക്കും ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ സൂചിപ്പിക്കുന്നു. ഈ മേഖലകളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും എന്നാൽ ഇത് ലഭ്യമായ വിഭവങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. ക്ഷേമ പെൻഷൻ 2500 രൂപയായി ഉയർത്തിയേക്കാം. സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിച്ചേക്കാം. ഇത്തവണത്തേത് യാഥാർത്ഥ്യബോധത്തോടെയും പ്രായോഗികമായും തയ്യാറാക്കുന്ന ബഡ്ജറ്റാണെന്ന് ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രസാദമൂട്ട് ഉദ്ഘാടനം ചെയ്ത് മമ്മൂട്ടി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള ചടങ്ങിൽ അന്നം വിളമ്പിയതും മമ്മൂട്ടിയാണ്. പത്മ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം മമ്മൂട്ടി പങ്കെടുത്ത ആദ്യ ചടങ്ങായിരുന്നു ഇത്. എറണാകുളത്തപ്പൻ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായ പ്രസാദ ഊട്ടിലേക്ക് മമ്മൂട്ടിക്ക് നേരത്തെ തന്നെ ക്ഷണമുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി പത്മ പുരസ്കാർ നേട്ടം എത്തിയതോടെ പൊന്നാട അണിയിച്ച് മമ്മൂട്ടിയെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചു. ഈശ്വരന്റെ മിഴിവാർന്ന ചിത്രത്തിന് മുന്നിലെ ഇലയിൽ അന്നം വിളമ്പി അന്നദാനത്തിന് തുടക്കം കുറിക്കുന്നു. ഈശ്വരന് എന്തു മതം ഒരു ഭക്തസമൂഹം മുഴുവൻ തികഞ്ഞ ആദരവോടെ, അതിലുപരി നിറഞ്ഞ സ്നേഹത്തോടെ, ആരാധനയോടെ ആ മനുഷ്യനെ സ്വീകരിച്ചാനയിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ വലിയേട്ടനാണ് എന്ന സത്യഭാവത്തിൽ നിർവൃതിയോടെ നോക്കി നിൽക്കുന്നു. ഒരു തിരക്കും കാണിക്കാതെ ആ മനുഷ്യൻ ഒരു ഭക്തസമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും നിറഞ്ഞ ചിരിയോടെ നിന്നുകൊടുക്കുന്നു എന്നാണ് മമ്മൂട്ടി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ വന്നതിനെക്കുറിച്ച് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസ്തവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ബ്രസീലിയൻ ക്ലബ്ബായ വാസ്കോഡ ഗാമയിൽ നിന്ന് 19-കാരനായ മുന്നേറ്റ താരം റയാനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺമൌത്ത് സ്വന്തമാക്കി. 5 വർഷം നീളുന്ന കരാറിലാണ് താരം ഒപ്പുവച്ചിരിക്കുന്നത്. സൂപ്പർ താരം
ആന്റോയിൻ ജൊമിന്യോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറിയതോടെ ടീമിന്റെ ആക്രമണ നിരയിലുണ്ടായ വിടവ് നികത്താനാണ് ഈ ബ്രസീലിയൻ യുവ പ്രതിഭയെ ബേൺമൌത്ത് ടീമിലെത്തിച്ചത്. 24.7 മില്യൺ പൗണ്ട് അടിസ്ഥാന തുകയായും പ്രകടന മികവ് അനുസരിച്ച് 5.6 മില്യൺ പൗണ്ട് അധികമായും നൽകുന്നതാണ് ഈ കരാർ. കൂടാതെ താരത്തിന്റെ മൂല്യം കണക്കിലെടുത്ത് 100 മില്യൺ യൂറോയുടെ റിലീസ് ക്ലോസും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 126.44 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.